നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതിയെ നാണം കെടുത്താൻ നോക്കിയിട്ട് സത്യത്തിൽ ഇപ്പൊ നാണം കെട്ടത് ഞാനാ. പക്ഷെ അതൊന്നും ആരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അവളൊരു അപാര ജന്മം തന്നെയാ. നമ്മൾ എത്രത്തോളം അവളെ പരാജയപ്പെടുത്താൻ നോക്കുന്നോ അത്രത്തോളം അവൾ കത്തിക്കേറുകയല്ലേ. അവൾക്ക് എവിടുന്നാ ഈ ബുദ്ധിയൊക്കെ കിട്ടുന്നതെന്നാ ഞാൻ ആലോചിക്കുന്നത്. ബിസിനസ് മാനേജ്മെന്റ് അറിയാവുന്ന ഒരാളെ പോലെയാ ഇന്നവള് ബിസിനസ് ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചത്. സത്യം പറയാലോ, അവളുടെ ആ അവതരണം കേട്ട് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ശ്രീദേവിക്ക് അവളോട് വല്ലാത്ത മതിപ്പായി പോയി. അവള് വാ തോരാതെയാ പാർവതിയെ അഭിനന്ദിച്ചത്. അപ്പൊ ഇനി ശ്രീദേവിയുടെ സപ്പോർട്ടും പാർവതിക്ക് ഉണ്ടാവുമല്ലോ. അത് പറയാനുണ്ടോ? ഇപ്പൊ തന്നെ ശ്രീദേവി അവളെ തലയിലെടുത്ത് വെച്ചു കഴിഞ്ഞു. പാർവതിയുടെ വിജയങ്ങൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തടസ്സങ്ങളായിട്ട് മാറുമല്ലേ ചേച്ചി? ഇല്ല പ്രതാപ, അവളെ അധികം വളരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഏത് വിധേനയും അവളെ നമുക്ക് നശിപ്പിക്കണം. ഗായത്രി ദേവിയെ പോലെ ആയുസ് ഒടുങ്ങാതെ മരിക്കാനാവും ഇവളുടെ യോഗം. ആരാ ചേച്ചി? ശേഖരമേനോനാ. ചേച്ചി കോൾ അറ്റൻഡ് ചെയ്യ്. എന്നിട്ട് തന്ത്രപൂർവ്വം സംസാരിച്ച് അയാളിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയാൻ ശ്രമിക്കേ. കോൾ റെക്കോർഡ് ഓണല്ലേ? അത് നന്നായി. ഇന്ന് അയാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ അത് വെച്ച് നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. പോലീസ് കംപ്ലൈന്റ് കൊടുത്താ അത് പ്രശ്നമാവും പ്രതാപ. എന്നാ ചേച്ചി കോൾ അറ്റൻഡ് ചെയ്യ്. ഹലോ ശേഖരേട്ടാ. ഞാൻ വീണ്ടും വിളിക്കാതിരുന്നപ്പോ നീ സമാധാനിച്ചിട്ടുണ്ടാവുമല്ലേ? വെറുതെ ഭീഷണി മുഴക്കിയിട്ട് ഞാൻ പോയി എന്ന് നീ കരുതി കാണും. ശേഖരേട്ടാ, ശേഖരേട്ടനോട് ഞാൻ വീണ്ടും വീണ്ടും പറയുക, ഞാൻ നിരപരാധിയാണ് ശേഖരേട്ടാ. ശേഖരൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് ശേഖരനെ ഒന്ന് നേരിൽ കാണണം, എന്നിട്ട് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം. ഓ, ശേഖരൻ എവിടെയാ ഉള്ളത്? നീ എന്നെ അങ്ങനെ തേടിപ്പിടിച്ച് കാണാനൊന്നും ബന്ധപ്പെടേണ്ട പ്രഭാവതി. ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഏതു നിമിഷവും നിനക്കെന്നെ നിന്റെ തൊട്ടു മുന്നിൽ പ്രതീക്ഷിക്കാം. ഞാൻ വരുന്നത് നിന്റെ നിരപരാധിത്വം അറിയാനൊന്നുമല്ല. നീ ആരാണെന്ന് എനിക്കിപ്പോൾ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് നിന്റെ അഭിനയമൊന്നും ഇനി എന്നോട് ചെലവാകില്ല. ഞാൻ വരുന്നത് ഒരു തെറ്റും ചെയ്യാതെ 14 വർഷം ജയിലിൽ കഴിഞ്ഞതിന്റെ പക വീട്ടാനാണ്. നീ ഓർത്തിരുന്നോ? ചിലപ്പോ നീ ഇത് റെക്കോർഡ് ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുമായിരിക്കും. അതിലൊന്നും ശേഖരന് ഭയമില്ല. ആകെ നനഞ്ഞവനാ ഞാൻ. ഇനി കുളിച്ചു കയറിയിട്ടേ അടങ്ങൂ. തീർത്ത് കളയും നിന്നെ ഞാൻ. കട്ടായോ? എന്തായി? എന്താണ് പറഞ്ഞു? അയാൾക്ക് എന്നെ കൊല്ലണമെന്ന്. പ്രതാപ, ഇനിയും നമ്മൾ വൈകാൻ പാടില്ല. ഏത് മാർഗം ഉപയോഗിച്ചിട്ടായാലും, എത്ര പണം ചെലവഴിച്ചിട്ടായാലും എത്രയും പെട്ടെന്ന് ശേഖരമേനോനെ കണ്ടുപിടിച്ചിരിക്കണം.
ഇവിടെ ഇരിക്കെ, ഞാൻ ചോദിക്കട്ടെ. എന്താ സർ? പറയാം, നീ ഇങ്ങോട്ട് ഇരിക്കെ. എന്താ എന്താ എന്നിങ്ങനെ നോക്കുന്നേ? നീ ഇന്നേ എന്താ ഓഫീസിൽ കാണിച്ചത്? എന്താ സർ, ഞാൻ കാണിച്ചത് അവിവേകമായി പോയോ? നിങ്ങളുടെ ചർച്ച കേട്ടപ്പോ അവരുടെ ചോദ്യങ്ങൾക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടാതെ സാർ പകച്ചു നിന്നപ്പോ എനിക്ക് വല്ലാണ്ട് പ്രയാസം തോന്നി. അന്നേരോ ഉദയന്നൂരമ്മ എൻ്റെ മനസ്സിൽ നഷ്ടം നികത്താനുള്ള ഒരു മാർഗം തോന്നിപ്പിച്ചത്. പിന്നെ മുന്നിൽ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്നോ അവിടെ വച്ച് എനിക്ക് സംസാരിക്കാമോ എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. മനസ്സിൽ തോന്നിയത് മുഴുവൻ ഭക്ഷണത്തിനോടൊപ്പം ഞാൻ അവിടെ തന്നെ വിളമ്പി. എന്തിനു പറയുന്നു, ഞാൻ പറഞ്ഞതെല്ലാം നന്നായിന്ന് ശ്രീദേവി പറഞ്ഞപ്പോഴാ എനിക്ക് സ്ഥലകാല ബോധം ഉണ്ടായത്. ഞാൻ പറഞ്ഞത് സാറിന് ഇഷ്ടപ്പെട്ടോ? പിന്നെ എന്റെ ഭാര്യ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? വെറുതെ മുഖസ്തുതി പറയുന്നല്ലേ? മുഖസ്തുതിയോ? മുഖസ്തുതിയൊന്നുമല്ല, പറഞ്ഞത് സത്യമായ കാര്യമാണ്. എനിക്ക് പഠിപ്പില്ലെങ്കിലും ഇന്ന് ഓഫീസിൽ വെച്ച് പറഞ്ഞതുപോലെയുള്ള കുറെ ആശയങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. അതൊക്കെ ബിസിനസ്സിന് പ്രയോജനപ്പെടുമെന്നാ എൻ്റെ വിശ്വാസം. പക്ഷേ അതൊക്കെ കൊണ്ട് എന്താ കാര്യം? വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഈ ആശയങ്ങളെല്ലാം കുടത്തിനകത്ത് വിളക്ക് പോലെ ആവും. വിദ്യാഭ്യാസം ഇല്ലാന്ന് പറഞ്ഞ് ഇനി പാർവതി വിഷമിക്കണ്ട. വിദ്യാഭ്യാസം എപ്പോ ഏത് പ്രായത്തിൽ വേണമെങ്കിലും ആർജിക്കാവുന്നതേ ഉള്ളൂ. പാർവതിയെ ഞാൻ പഠിപ്പിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.